ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകലിൽ നമ്മുടെ നിലവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു വിശപ്രകാരം ദൈവസ്ഥലയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷം ഇന്നത്തെ ഈ ആരാധന ലീഡ് ചെയ്യുന്ന പ്രിയാശോഭാഷകം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറെ പ്രാർത്ഥനയോടും തകഞ്ഞ ദൈവാശ്രയത്തോടും എത്ര നല്ല നിമിഷങ്ങൾ നമുക്ക് ദൈവസ്ഥലയിൽ തിരുമുഖത്തേക്ക് നോക്കാം. ദൈവത്തിന്റെ കൃപ അനുഗ്രഹങ്ങൾ ധാരാളം കർത്താവ് നമ്മുടെ മേൽ വർഷിപ്പിക്കട്ടെ. പ്രാർത്ഥനയോട് വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കർത്താവ് ഓരോ ദിവസവും നമ്മുടെ മേൽ പകർന്ന് ആരോഗ്യത്തോട് ആയുസ്സോട് ഈ ഭൂമിയിൽ നിലനിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതെന്ന് തിരിച്ചറിവാൻ നമുക്കിടയാകണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നേരിടുന്ന പ്രതിസന്ധി പ്രശ്നങ്ങൾ മുൻകൂട്ടി നമുക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, ഇതൊന്നും തിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്കില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളിലും എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതാണ് ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പ്രശ്നം വരാം, ബുദ്ധിമുട്ട് വരാം, ഞെട്ടിപ്പോകുന്ന തകർന്നു പോകുന്ന പലതും ജീവിതത്തിലൊക്കെ കടന്നു വരുമ്പോഴും അവിടെയൊക്കെ വിളിച്ചു പറയണം, എൻ്റെ കൂടെ ദൈവമാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു ദൈവം എന്നോടൊപ്പമുണ്ട്. ഈ ബോധ്യം ഉറപ്പാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കുന്ന വേഗത്തിൽ ഒരു ചിന്ത ദൈവം പങ്കുവച്ചു എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വായിച്ച അനുഗ്രഹീത സങ്കീർത്തനം 27-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് നമുക്കതിന്റെ 1-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ നിന്ന് വായിച്ചാട്ടെ. മതി. ദാവീദ് ആ സങ്കീർത്തനം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം പല ചിന്തകൾ വേദ പഠിതാക്കളുടെ നടുവിലുണ്ടെങ്കിലും നമുക്ക് അംഗീകരിക്കാവുന്ന ഏറ്റവും മെച്ചമായ ഒരു ചിന്ത ശമൂവേലിന്റെ പുസ്തകത്തിൽ ആ വാക്യം കൂടെ നമുക്ക് എടുക്കാം. 2 ശമൂവേൽ 21-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ പ്രാരംഭത്തിൽ നമുക്കൊന്ന് വായിക്കാം. 2 Samuel chapter 21 verse 15 to 17. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം എഴുതിയതെന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത്. ദാവീദിന് യുദ്ധമുണ്ടായി, നമുക്കറിയാം. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഭക്തൻ കാട്ടിൽ ആടുകളെ നോക്കി നടന്നിടത്തവന് വിളിച്ചു വേർതിരിച്ചു. കാട്ടിൽ തനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം വീണതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. വ്യക്തമായ നിയമങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, അഭിഷേകതൈലം വീണോ ശത്രു നോട്ടവും. പക്ഷെങ്കിൽ ഒരുറപ്പുണ്ടാകണം, എന്തിനധികം അഭിഷേകം തന്നെ ഇതിനെ നേരിടാൻ. ദാവീദിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാല്, കാട്ടിൽ നടന്നപ്പം ശൗലൊന്നും ഓടിച്ചില്ല, ഫെലിസ്തീർ ഓടിച്ചില്ല, ഒരു രാജ്യക്കാരും ഓടിച്ചില്ല. ഇവരൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോഴേ അഭിഷേകതൈലം വീട് കഴിഞ്ഞ. നമ്മളൊന്നും ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ, കർത്താവിനെ കാണുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നം വന്നിട്ട് ജീവിതത്തിൽ ഞാൻ വിശ്വാസം വന്നതിന് ശേഷമാണ്. അന്നുകൊണ്ടാ പിശാചിന് ഓർഡർ വിട്ടത്. അതുവരെ പിശാചിന് വിഷയമല്ല, അവന്റെ വകയല്ലേ. സാധാരണ ലോക മനുഷ്യൻ വരുന്നതൊക്കെ നമുക്കും വരും. എന്നാൽ ഞാൻ ദൈവത്തിന്റെ വകയായി എന്റെ മേൽ അഭിഷേകം വീണപ്പം മുതൽ പിശാചിന് മനസ്സിലായി, ഇവൻ കൈവിട്ടു പോയി, ഇനി ഇവനെ പിടിച്ച് ഒതുക്കണം, അല്ലെങ്കിൽ ഇവനെ മുന്നോട്ട് വിടരുത്. അത് പിശാചിന്റെ വലിയൊരു സ്ട്രാറ്റജിയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, ദാവീദിന്റെ ജീവിതത്തിൽ
ആ അഭിഷേക തൈലം വീണപ്പോൾ മുതൽ പ്രശ്നത്തിന്റെ ഒരു ഘോഷയാത്രയാണ്. എന്നാൽ വചനം നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം, പ്രശ്നം എത്ര വന്നാലും ഒരു ദൈവത്തിന് പറഞ്ഞോണം, എൻ്റെ മേലെ ഒരു അഭിഷേകമുണ്ട്. എന്തിനാ ദൈവം എന്നെ അഭിഷേകം ചെയ്തത്? ചിലതിനെ കണ്ട് പിന്മാറാനല്ല, നേരിടാനാണ്. എന്നെ ഒന്നൊന്ന് പറയാം. ദാവീദ് അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലായിരുന്നിടത്തു നിന്നും ശൗമേൽ പ്രവാചകൻ വിളിച്ചു വരുത്തി സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേക തൈലം അവന്റെ തലയിൽ ഒഴിച്ചു. അതിനുശേഷവും വീണ്ടും കാട്ടില. ആ കാട്ടിൽ വെച്ചാണ് കരടിയെ നേരിട്ടത്, സിംഹത്തെ നേരിട്ടത്. ഒരു യാഥാർത്ഥ്യം കൂടെ ദൈവമക്കളെ ഉറപ്പിന് വേണ്ടി പറഞ്ഞോട്ടെ. ഈ കരടിയെ നേരിടുമ്പോൾ അഭിഷേകം ഇല്ലായിരുന്നെങ്കിലോ, ആ സിംഹത്തെ നേരിട്ടപ്പോൾ അഭിഷേകം ഇല്ലായിരുന്നെങ്കിലോ എന്നേ തീർന്നു പോയേനെ. ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ പറയട്ടെ. ഇന്നും പിടിച്ചു നിൽക്കുന്നത് കരടി വരാഞ്ഞിട്ടല്ല, സിംഹം വരാഞ്ഞിട്ടല്ല, ഗോലിയാത്ത് മുമ്പിൽ വരാഞ്ഞിട്ടല്ല, ഫെലിസ്ത്യർ ഓടിക്കാഞ്ഞിട്ടല്ല, പ്രശ്നം വരാഞ്ഞിട്ടല്ല. എന്റെ മേൽ പകർന്നൊരു അഭിഷേകം എന്നെ നിലനിർത്തുന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെ ദൈവമക്കൾ ഉറപ്പിച്ച് പറഞ്ഞോണം, എന്റെ മേലൊരു അഭിഷേകമുണ്ട്. ലോകത്തെ നോക്കി, രോഗത്തെ നോക്കി, പ്രശ്നത്തെ നോക്കിക്കൊണ്ട് പറ, നീ വന്നെന്നെ അലട്ടിക്കോ, പക്ഷെ എന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകം ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ കീഴടക്കും, ഞാനൊരു ജയാളിയായിരിക്കും. നമുക്ക് ദൈവത്തോട് അങ്ങനെ പറയാൻ കഴിയണം. അഭിഷേകമുണ്ടോ? ദൈവം നമ്മളെ സഹായിക്കാൻ മതിയായ. ഇവിടെ വേഗത്തിൽ ഞാൻ ആ ഭാഗം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാക്കുകൾ ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നു, ചുരുക്കം ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ വായിച്ചു തുടങ്ങിയത് 15-ാം വാക്യത്തിൽ. ഒന്നുകൂടെ വായിക്കാമോ? ഫെലിസ്ത്യർക്ക് ദാവീദ് തളർന്നു പോയി, യുദ്ധത്തിൽ തളർന്നു പോയി. തന്നെ കൊല്ലാൻ ഭാവിച്ചു, താൻ മരിക്കുമെന്ന് കരുതി. പക്ഷെങ്കിൽ ദാവീദിന് തുണയായി വന്ന ഒരാൾ ദാവീദിനെ രക്ഷിച്ചു. ആ രക്ഷപ്പെട്ടപ്പം ജനമെല്ലാം കൂടെ പറഞ്ഞ വാക്ക് 15-ാം വാക്യം വായിച്ചോളൂ. 17. അടുത്തത് ദാവീദിന്റെ കൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് വേഴ്സ് 17 ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. But Abishai the son of Zeruiah came to his aid and struck the Philistine and killed him. Then the men of David swore to him, saying, You shall go out no more with us to battle, lest you quench the lamp of Israel. ഇവര് ജനം ഇസ്രായേൽ ദാവീദിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദാവീദേ, ഇനി യുദ്ധത്തിന് ഞങ്ങൾ തന്നെ പൊക്കോളാം, നീ വരണ്ട. നീ ആരാ? നീ ഞങ്ങളുടെ വളക്ക, നീ വെളിച്ചം. നീ മരിച്ചു പോയാൽ ഞങ്ങളുടെ വെളിച്ചം ഇല്ലാതാകും. ജനം ദാവീദിനോട് പറയുന്നു, നീ ഞങ്ങളുടെ വെളിച്ചമാണ്. ഈ പശ്ചാത്തലത്തിൽ 27-ാം സങ്കീർത്തനം ദാവീദ് പാടിയത് എങ്ങനെ? ഒന്നുകൂടെ വായിച്ചു, 1-ാം വാക്യം. മതി. ജനം പറഞ്ഞു, ദാവീദേ, നീയാ ഞങ്ങളുടെ വെളിച്ചം. ദാവീദിന്റെ ആ താഴ്മ കണ്ടോ? ദാവീദ് ദൈവസന്നിധിയിൽ പാടുമ്പോ, ഞാനല്ല വെളിച്ചം, ദൈവമാ വെളിച്ചം. ദൈവമക്കളെ, നമുക്കും ഈ ഒരു മനോഭാവം വന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. ആ യുദ്ധത്തിൽ, പ്രശ്നത്തിൽ അവർ പറഞ്ഞു, ഇനി യുദ്ധത്തിനൊന്നും വരണ്ട, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം, ഞങ്ങളുടെ കൂടെ ആളുണ്ട്, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം, നീ അരമനയിൽ പാർത്താ മതി, നീ വെളിച്ചമാ. ദാവീദ് അവരോട് പറയാണ്, ഇല്ലില്ല, ഞാനവർക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാം, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യം വന്നല്ലോ ഞാൻ വെളിച്ചമാണോ, ഞാനില്ലെങ്കിൽ ഇരുട്ടാൻ നിങ്ങൾക്ക് ബോധ്യം വന്നില്ല. ഇതൊന്നുമല്ല ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത്, ഞാൻ വെളിച്ചമാണെങ്കിൽ എനിക്ക് വെളിച്ചം തന്ന ഒരാളുണ്ട്. നമുക്കറിയാമല്ലോ, ചന്ദ്രന് വെളിച്ചമുണ്ട്. എവിടുന്നാ ചന്ദ്രന് വെളിച്ചം കിട്ടുന്നത്? സൂര്യനിൽ നിന്ന്. ചന്ദ്രൻ അഭിമാനത്തോട് പറയുകയാണ്, ഞാൻ ഉള്ളോണ്ടാ രാത്രി വെട്ടം കാണുന്നത് എന്ന് പറഞ്ഞെങ്കിൽ തിരിച്ചു ചോദിക്കാം, ചന്ദ്ര, നിനക്ക് എവിടുന്ന വെട്ടം കിട്ടിയത്? ആ സൂര്യനിൽ നിന്ന് കിട്ടിയോണ്ടല്ലേ നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ദൈവമക്കൾ എപ്പോഴും നമ്മളിതങ്ങ് ഓർത്താൽ മതി.
മറ്റൊരാൾക്ക് വെളിച്ചം കൊടുക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ, എന്നെ വെളിച്ചമെന്ന് ഒരാൾ പറയുന്നെങ്കിൽ എത്രയും ഓർത്താൽ മതി, കർത്താവെ അങ്ങിൽ നിന്ന് കിട്ടിയത് കൊണ്ട്, അങ്ങ് വെളിച്ചം തന്നത് കൊണ്ട് ആ വെളിച്ചം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ വലിയ കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാകണം. ഞാനല്ല വെളിച്ചം, എൻ്റെ ദൈവമാണ് എൻ്റെ വെളിച്ചം. ആ ജനം പറയുന്നത്, നീ ഇസ്രായേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നീ ഇസ്രായേലിന്റെ വെളിച്ചമാണ്. ദാവീദ് പറയുന്നു, ഇല്ല, ഞാനല്ല വെളിച്ചം, എന്റെ ദൈവമാണ് ആ വെളിച്ചം. ഇന്ന് പകൽ ദൈവമക്കളെ ഉറപ്പിച്ച് പറയണം, നമ്മൾ ആർക്കെങ്കിലും അല്പമെങ്കിലും വെളിച്ചം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നെങ്കിൽ അവിടെ താഴ്മയോട് പറയണം, ദൈവത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്നെ ദൈവം ഉപയോഗിക്കുന്നു. യെസ്, ഹല്ലേലൂയ. ദാവീദ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആ ഭാഗമെല്ലാം വിട്ടേച്ച് 3-ാം വാക്യത്തിലേക്ക് വന്നൊരു ചെറിയ ചിന്ത ഓർപ്പിച്ചിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. വായിച്ചാട്ടെ അതിന്റെ 3-ാം വാക്യം. അതെ, ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. യുദ്ധം നേരിട്ടു, ഒരു സൈന്യം തന്നെ നേരെ പാളയം ഇറങ്ങി, ശത്രു വാളെടുത്തു, പുതിയ വാൾ കിട്ടിയവൻ തന്റെ നേരെ യുദ്ധത്തിന് വന്നു, കൊല്ലുവാൻ ഭാവിച്ചു. ദാവീദ് തളർന്നുപോയി. പക്ഷെ ദൈവം അത്ഭുതകരമായി ദാവീദിനെ അവിടുന്ന് വിടുവിച്ചപ്പോൾ താൻ ആ പാട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവമാണ് വെളിച്ചം. ഈ പറഞ്ഞ ഭക്തൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ വാക്കാണ് നമ്മളോട് വായിച്ചത്. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ഒരു സൈന്യം എന്റെ നേരെ വന്നു, എനിക്ക് പേടിയില്ല. എന്തോട്ട് പേടിയില്ല? 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം കൊടുത്ത് വായിക്കാമോ? മതി, ഈ 2 വാക്കുകളൊന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് പേടിയില്ല. എന്തുകൊണ്ടാണ്? യഹോവയുടെ ദൂതൻ ഭക്തന്റെ യുദ്ധം. അങ്ങനെയെങ്കിൽ ഒരു സൈന്യം എന്റെ നേരെ വരുമ്പോൾ എന്റെ കൂടെ മറ്റൊരു സൈന്യമുണ്ട്. നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാനുള്ള ആ ചിന്തയ്ക്ക് ഒരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കാം: ലോകത്തിന്റെ സൈന്യം വേഴ്സസ്, അല്ലെ ലോകത്തിന്റെ സൈന്യത്തിനെതിരായി ദൈവത്തിന്റെ സൈന്യം. ലോകത്തിലൊരു സൈന്യമുണ്ട്, അത് പിശാചിന്റെ സൈന്യമുണ്ട്, പല സൈന്യങ്ങളുണ്ട്. രോഗം ഒരു സൈന്യമായിട്ട് നമ്മുടെ നേരെ വരാം. അപ്പം കർത്താവ് സൗഖ്യത്തെ ഒരു സൈന്യമായിട്ട് നമ്മുടെ കൂടെ അയക്കും. പ്രശ്നം പല വഴി കൂടെ സൈന്യമായിട്ട് കയറി വരാം. വിടുതൽ മറ്റൊരു സൈന്യമായിട്ട് നമ്മുടെ നേരെ വരും. എനിക്ക് ഞാൻ വീണ്ടും നമ്മുടെ പറഞ്ഞോട്ടെ ടൈറ്റിൽ: ലോകത്തിന്റെ സൈന്യം വേഴ്സസ് ദൈവത്തിന്റെ സൈന്യം. ഇനി ചോദിക്കണം, ഇതിലേത് സൈന്യമാണ് വലുത്? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ഒരു കൈ ഉയർത്തി എന്ന് പറയാമോ? ദൈവത്തിന്റെ സൈന്യമാണ് വലുത്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവര്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൈന്യം എന്റെ ചുറ്റും പാളയം ഇറങ്ങി എന്നെ വിടുവിക്കാനുണ്ടെങ്കിൽ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ ആ വാക്ക് ഞാൻ ആവർത്തിച്ചു പറയുന്നു: യഹോവയുടെ ദൂതൻ. ഒരു ദൂതന്റെ ശക്തി നമുക്കറിയാം. 1,85,000 പട്ടാളക്കാരെ കൊന്ന ഒരു ദൂതൻ, അവിടെ ഇരിക്കുന്ന പാളയം ഇറങ്ങി ഒരു ബറ്റാലിയൻ, ആ ദൂതന്മാരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് ഭയപ്പെടാനില്ല. കാരണം ദൈവത്തിന്റെ ദൂതന്റെ ശക്തിയുള്ള സൈന്യം ലോകത്താർക്കുമില്ലെങ്കിൽ, പൈശാചിക ശക്തികളെ നോക്കിക്കൊണ്ട് ദൈവമക്കളെ വിളിച്ചു പറയണം: നീ പാളയം ഇറങ്ങിയാൽ, ഒരു സൈന്യമായി എന്റെ നേരെ വന്നാലും യഹോവയുടെ ദൂതൻ എന്റെ കൂടെ ഇറങ്ങി വന്നെന്നെ സഹായിപ്പാൻ എനിക്കുണ്ട്. എനിക്ക് ആ ഉറപ്പ് മതി. ഇന്ന് പകൽ നമ്മൾ ധൈര്യത്തോടെ പറയണം: യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുമെങ്കിൽ, അവരെ എന്നുള്ള ഭാഗത്തോട്ട് എന്നെ ഒന്ന് ചേർത്ത് വെച്ചെന്ന് പറയാമോ? യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി എന്നെ വിടുവിപ്പാൻ യഹോവയുടെ ദൂതൻ ഇറങ്ങി വരുമെങ്കിൽ, ഈ ലോകത്തിന്റെ ഒരു സൈന്യം എന്റെ നേരെ കടന്നു വന്നാലും എനിക്ക് പേടിക്കാനില്ല. യഹോവയുടെ സൈന്യം എന്റെ കൂടെ ഉണ്ട്. കർത്താവിന്റെ സൈന്യത്തെ കർത്താവ് എപ്പോഴും നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രശ്നം ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നതാണ്. ദൈവത്തിന്റെ സൈന്യം 24 hours ഡ്യൂട്ടിയാണ്.
നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, യാക്കോബിനെ കാവൽ ചെയ്യാൻ ബഥേലിന് ദൂതന്മാർ കയറി ഇറങ്ങുന്നു. അങ്ങനെ 24 മണിക്കൂർ ഒരു ഭക്തനെ കാവൽ ചെയ്യാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. എബ്രായലേഖനത്തിൽ പ്രകാരം ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ സേവകാത്മാക്കളാ. അങ്ങനെയെങ്കിൽ സേവകാത്മാക്കൾ എന്ന് പറയുമ്പം ദൈവം ദൂതന്മാരെ തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന സേവകാത്മാക്കൾ പ്ലൂറലാ, ഒന്നിൽ കൂടുതലുണ്ട്. ഒന്നിൽ കൂടുതൽ ദൂതന്മാരെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ അപ്പോഴും ഓർത്തോണം, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയൊക്കെ ആരുണ്ട്? ദൂതന്മാരുണ്ട്. അപ്പൊ സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങുമ്പോൾ ഞാൻ പറയണം, ദൂതന്മാർ എന്റെ ചുറ്റുമുണ്ട്. എന്നിട്ട് പറയുന്നു, ഈ വെളിപ്പാട് നഷ്ടപ്പെട്ടാൽ ഞാൻ പേടിച്ചു പോകും. നമുക്ക് വായിക്കാം 2 രാജാക്കന്മാരുടെ ഒരു ചിന്ത മാത്രം എന്റെ വാക്ക് അവസാനിപ്പിക്കണം. 6-ാം അധ്യായത്തിന്റെ 14 മുതൽ ഒത്തിരി വാക്യങ്ങളോട് 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് അവസാനിപ്പിക്കാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 14 മുതൽ വായിച്ചു. മതി, ആ ഭാഗം വിശദീകരിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, അരാം രാജാവ് എലീശായെ പിടിക്കുവാൻ വേണ്ടി ദൂതന്മാരെ, ശക്തിയുള്ള കുതിരകളും സൈന്യവുമായി എലീശയെ പിടിക്കുവാനായിട്ട് അയച്ചു. ആ കാഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത്. പഠിച്ചോളൂ. ആ ഭാഗത്ത് ഒരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. 2 സൈന്യം നമ്മൾ ചിന്തിക്കുന്നതാണല്ലോ. 27-ാം സംഘത്തിൽ ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങുന്നു. 34-ാം സംഘത്തിൽ നമ്മൾ കണ്ടു, യഹോവയുടെ ദൂതൻ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങുന്നു. അപ്പൊ 2 സൈന്യമുണ്ട്. എപ്പോഴും ദൈവമക്കൾ ഓർത്താണ്, 2 സൈന്യം പ്രബലമായിട്ടുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും ഏത് സൈന്യത്തെ കാണത്തുള്ളൂ? നമുക്കെതിരെ പാളയം ഇറങ്ങുന്ന സൈന്യത്തെ കാണത്തുള്ളൂ. എലീശയുടെ ബാല്യക്കാരെ കണ്ടത് ആരെയാ? എതിരെ പാളയം ഇറങ്ങിയ സൈന്യത്തെ കണ്ടു, അരാം സൈന്യത്തെ കണ്ടു. അവൻ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റപ്പം പട്ടണം മുഴുവൻ വളഞ്ഞു കഴിഞ്ഞു, സൈന്യം വളഞ്ഞു. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്കെതിരെ സൈന്യമുണ്ട്. അത് പല രീതിയിലുണ്ട്. ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, ആത്മീയമായിട്ടൊക്കെ നമ്മളെ തളർത്തിക്കളവാൻ ശത്രു ചില സൈന്യങ്ങളെ ഒരുക്കും. അത് നമുക്കെതിരെ വരും. ഈ സൈന്യത്തെ കണ്ട് ബാല്യക്കാരൻ ഭയപ്പെട്ടു. പക്ഷെ എലീശ ഭയപ്പെട്ടില്ല. കാരണം എന്താ? എലീശയ്ക്ക് ഉറപ്പുണ്ട്, യഹോവയുടെ ദൂതൻ ഞാൻ പാർക്കുന്നിടത്ത് എനിക്ക് ചുറ്റും പാളയം ഇറങ്ങും. ഇന്ന് പകൽ ഞാൻ വീണ്ടും ആ ഭാഗം ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ പാർക്കുന്ന ഭവനത്തിന് ചുറ്റും, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന് ചുറ്റും, നിങ്ങൾ എവിടെയൊക്കെ കടന്നു പോകുമോ അവിടെയൊക്കെ നിങ്ങൾക്ക് ചുറ്റും യഹോവയുടെ സൈന്യമുണ്ട്. എന്നാൽ എന്നെ തകർക്കാൻ ശത്രുവിന്റെ സൈന്യം എനിക്കെതിരെയും ഉണ്ട്. അതും മറക്കരുത്. ആ സൈന്യമുള്ളപ്പോൾ ആ സൈന്യത്തെ കണ്ട് ഭയപ്പെടേണ്ടതിന് പകരം പറയണം, യഹോവയുടെ സൈന്യം എന്റെ ചുറ്റിലുമുണ്ട്. ആ വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടത് 17-ാം വാക്യത്തിൽ, പിന്നെ എലീശ പ്രാർത്ഥിച്ചു. വായിച്ചോളൂ. ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ. അങ്ങനെയെങ്കിൽ ഈ ബാല്യക്കാരൻ എന്ത് കണ്ടില്ല? യഹോവയുടെ സൈന്യത്തെ. അതിന്റെ അർത്ഥം സൈന്യം ഇല്ലെന്നാണോ? സൈന്യമുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പറയുന്നു, നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നതിന്റെ കാരണം എന്നാ? സൈന്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് കാണാൻ കഴിയാഞ്ഞിട്ടാണ്. ഞാൻ പെട്ടെന്ന് കാണുന്നത് എന്നെ നശിപ്പിക്കുന്ന സൈന്യത്തെയാണ്. എന്നെ സംരക്ഷിക്കുന്ന സൈന്യത്തെ എനിക്ക് കാണാൻ കഴിയത്തില്ല. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കണ്ണൊന്ന് തുറക്കണമേ. എന്നിട്ട് പറയുന്നു, എലീശ പേടിക്കാതിരുന്നതിന്റെ കാരണം
തന്റെ കണ്ണ് തുറന്നത് കൊണ്ട് തനിക്ക് മനസ്സിലായി, അരാം സൈന്യം പട്ടണത്തെ വളഞ്ഞെങ്കിൽ ഞാൻ പാർക്കുന്ന എന്റെ ചുറ്റും ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി നിൽപ്പുണ്ട്. ആ ബറ്റാലിയനെ കണ്ടാൽ, ആ പട്ടാള കൂട്ടത്തെ കണ്ടാൽ എനിക്കിനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ സൈന്യം എന്റെ ചുറ്റിലുമുണ്ട്. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, എനിക്ക് ചുറ്റും അങ്ങയുടെ ഒരു സംരക്ഷണ വലയമുണ്ട്. എന്റെ ഭവനത്തിന് ചുറ്റുമുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഞങ്ങൾ കടന്നു പോകുന്നിടത്തൊക്കെ ദൈവത്തിന്റെ ഒരു സംരക്ഷണ വലയം ഞങ്ങളുടെ ചുറ്റുമുണ്ട്. എന്നാൽ പലപ്പോഴും അത് കാണാതെ വണ്ണം ഞങ്ങളുടെ കണ്ണടഞ്ഞു പോയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കണ്ണൊന്ന് തുറക്കണമേ. കണ്ണ് തുറന്നാൽ നമ്മൾ രക്ഷപ്പെടും. ദൈവത്തോട് ഇത്ര പ്രാർത്ഥിച്ചാൽ മതി. ശത്രുവിനെ ശാസിക്കാനോ വത്സിക്കാനോ ഊട്ടിക്കാനോ പുറകെ പോകാനോ ഒന്നും പോകണ്ട. അതവിടെ നിന്നോട്ടെ. അതിലും അപ്പുറം എന്റെ കൂടെ ദൈവത്തിന്റെ സൈന്യമില്ലേ? എന്നോട് അടുക്കാതെ വണ്ണം ദൈവം അവരെ സൂക്ഷിപ്പാൻ വിശ്വസനാണ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു ഭാഗത്തുണ്ടല്ലോ, മിസ്രൈമ്യ സൈന്യം ഇസ്രായേലിനോട് അടുക്കാതെ വണ്ണം ദൈവത്തിന്റെ ദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് പുറകെ പോയി നിന്നു. നമ്മൾ ശാസിച്ച പലതിനെ ഓടിക്കും. അങ്ങനെ കൃപയുണ്ടെങ്കിൽ ചെയ്തോ. വേദപുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഞാൻ വീണ്ടും വചനത്തിൽ എന്ന് പറയുന്നു, നിന്നോട് അടുക്കാതെ സൂക്ഷിപ്പാൻ ഒരു ദൂതനെ ദൈവം തന്നിട്ടില്ലേ? ആ ദൂതനെ ഒന്ന് കണ്ടാൽ എനിക്ക് ഉറപ്പ് പ്രാപിക്കാൻ കഴിയത്തില്ലേ? കാരണം എന്നോട് അടുക്കാതെ വണ്ണം ദൈവം തന്റെ ദൂതനെ അയക്കാൻ വിശ്വസനാണ്. എന്റെ ദൈവം എന്നെ സംരക്ഷിപ്പാൻ മതിയായ ദൈവമാണ്. എന്റെ കൂടെയുള്ള സൈന്യം ലോകത്തിലുള്ള സൈന്യത്തെക്കാൾ വലുതെങ്കിൽ ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്നെ സഹായിപ്പാൻ എന്റെ കർത്താവ് വലിയവനാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം പലപ്പോഴും എന്റെ കണ്ണടഞ്ഞു പോകുന്നു. ആ വാക്കും കൂടി ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ. കൊരിന്ത്യർ ഒന്ന് വന്നത് 2 കൊരിന്ത്യർ 4-ാം അധ്യായം എന്നുള്ളത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ആ മതി. ആ ഭാഗത്ത് വായിച്ച 4-ാം വാക്യത്തിൽ ദൈവപ്രതിമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അത്ര മതി. ഇംഗ്ലീഷിൽ വായിച്ചോളൂ. 2 Corinthians chapter 4 verse 4. Whose minds the God of this age blinded, who do not believe, lest the light of the gospel of the glory of Christ, who is the image of God, should shine on them. അവിടെ പറഞ്ഞ വാക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം. ദൈവത്തിന്റെ പ്രകാശം അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കും. അങ്ങനെയൊക്കെ ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഈ ലോകത്തിന്റെ ദൈവം ആരാ? പിശാച്. ഈ ലോകത്തിന്റെ ദൈവം പിശാച് കണ്ണു കുരുട്ടാക്കിയാൽ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ തന്നെ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ്. ഏതാ അവിശ്വാസി? ആരാ? നമ്മളെ സംബന്ധിച്ചോളം അവിശ്വാസി ആരാ? മാനസാന്തരപ്പെടാത്തല്ല അവിശ്വാസിയാണ്. കാണുമ്പം, സംസാരിക്കുമ്പോൾ, പരിചയപ്പെടുമ്പോൾ ഒരു സംശയം തോന്നി നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നത് എന്തോ, പ്രതികോസുകാരാണോ എന്നല്ല ചോദിക്കുന്നത്, വിശ്വാസിയാണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ വിശ്വാസി, നമ്മളല്ലാത്തവർ മുഴുവൻ അവിശ്വാസി. അപ്പൊ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്കായി എഴുതുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ് അവിശ്വാസികളുടെ മനസ്സിലാവാക്കും തന്നെ. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കും, കണ്ണുകുരുടാക്കും. ദൈവത്തിന്റെ വചനം ഞാൻ ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞേക്കാം. ആരാ അവിശ്വാസി? ഈ വചനം കണ്ണുമടച്ച് വിശ്വസിക്കാൻ തയ്യാറാകാത്തവരൊക്കെ അവിശ്വാസികളാണ്. നമ്മൾ അഭിമാനത്തോട് പറയും ഞാൻ വിശ്വാസിയാണ്, സമ്മതിച്ചു. വചനം എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വള്ളി പുള്ളി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ?
ഇതും കയ്യിലെടുക്കുന്നുണ്ട്, രാവിലെയും വൈകിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ കണ്ണ് ഈ ലോകത്തിന്റെ ദൈവം അടച്ചു കളഞ്ഞു. എന്നൂടെ പറയട്ടെ, എന്റെ മുമ്പിൽ എന്നെ സംരക്ഷിപ്പാൻ ദൈവം നിർത്തിയിരിക്കുന്ന ആ സേനയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ എന്റെ കണ്ണ് അടഞ്ഞു പോയെങ്കിൽ ഞാൻ എവിടെയോ അവിശ്വസിച്ചു. ദൈവത്തെ അവിശ്വസിച്ചു, വചനത്തെ അവിശ്വസിച്ചു. ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാൻ 100% കഴിയാതെ പോയ ഏതോ സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ സേന എനിക്ക് കാണാൻ കഴിയാതെ പോയി. എന്റെ വാക്കുകൂടെ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എലീശയുടെ ബാല്യക്കാരന് അഗ്നി അശ്വങ്ങൾ, അഗ്നിരഥങ്ങൾ അവർക്ക് ചുറ്റും നിറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയാതെ പോയതിന്റെ കാരണം അവന്റെ അവിശ്വാസം അവന്റെ കണ്ണ് കുരുട്ടാക്കി കളഞ്ഞു. എലീശ പ്രാർത്ഥിച്ച പ്രാർത്ഥന, യഹോവേ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണം. കണ്ണ് തുറന്നപ്പോൾ, വീണ്ടും ആ വാക്യം വായിക്കുമോ? അവന്റെ കണ്ണ് തുറന്നപ്പോൾ യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. മതി, ഇതാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ വീട്ടിൽ പറയുന്നു, എനിക്ക് ചുറ്റും ദൈവത്തിന്റെ സൈന്യമുണ്ട്. അല്പം അകലെ എന്നെ തകർക്കുന്ന സൈന്യവുമുണ്ട്. നമ്മൾ പലപ്പോഴും ദൂരെയുള്ള സൈന്യത്തെ കണ്ടുകൊണ്ട് പേടിക്കും. ദൈവത്തോട് പറ, കർത്താവേ കണ്ണ് തുറക്കണമേ. സൈന്യത്തെ തരാൻ പ്രാർത്ഥിക്കേണ്ട, സൈന്യം ഓൾറെഡി ഉണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഓൾറെഡി ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. എല്ലാം ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്നിനും കുറവെന്റെ കർത്താവ് വരുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ എനിക്ക് വേണ്ടത്, ദൈവമേ എൻ്റെ കണ്ണ് തുറക്കണമേ. ഇന്ന് പകൽ എത്ര പേർ ആ പ്രാർത്ഥനയെന്ന് പ്രാർത്ഥിക്കും? യെസ്, ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടിവിക്കുമെന്ന് ബോധ്യമുള്ളവന് ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അരാം സൈന്യം തനിക്കെതിരെ പാളയമിറങ്ങി തകർക്കുമെന്ന് ചിന്തിച്ചപ്പോൾ എലീശ കുലുങ്ങാതെ പതറാതെ ഉറച്ചു നിന്നതിന്റെ കാരണം തനിക്കറിയാം തന്റെ ചുറ്റും ദൈവത്തിന്റെ സൈന്യമുണ്ട്. വിശ്വസിച്ചവന്റെ കണ്ണ് ദൈവം തുറന്നപ്പോൾ അവൻ കണ്ടു. ഇനി വിശ്വസിക്കാത്തവന് വേണ്ടി എലീശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെയും കണ്ണ് തുറന്നു. അവൻ അവർക്ക് ചുറ്റും നിൽക്കുന്ന അഗ്നിയശ്വങ്ങൾ, അഗ്നിരഥങ്ങളെ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ മക്കളെ നമുക്ക് പ്രകാരം പറയാൻ കഴിയണം, കർത്താവേ എനിക്ക് ചുറ്റുമുള്ള ദൈവത്തിന്റെ സംരക്ഷണ വലയത്തെ കാണാൻ എന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ആത്മാർത്ഥമായിട്ട് ദൈവമക്കളെ, ഇന്ന് പകൽ എത്ര പേര് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കും? ശത്രു സൈന്യത്തെ ഓടിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പകരം എന്റെ കണ്ണൊന്ന് തുറന്ന് തന്നാൽ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നം പകുതി മാറിക്കിട്ടി. കാരണം നിനക്ക് ചുറ്റും ദൈവത്തിന്റെ സൈന്യമുണ്ട്, ദൂതന്മാരുണ്ട്, ആ കാവലുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കാമെങ്കിൽ എന്റെ പ്രശ്നം മാറിക്കിട്ടി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ദൈവം എന്റെ കണ്ണടയ്ക്കാൻ പാടില്ല. ഞാൻ അവിശ്വാസിയാകാൻ പാടില്ല. ഞാൻ വിശ്വാസിയായിരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിന്റെ ദൈവത്തിന് എന്റെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. കൃപ, ദൈവകൃപ. ഞാനൊന്നുകൂടെ അവർക്ക് ആവർത്തിച്ചോട്ടെ. എവിടെയെങ്കിലും കണ്ണടച്ചെങ്കിൽ ഞാൻ എവിടെയോ അവിശ്വസിച്ചു. എന്റെ അവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് പിശാച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ, ദൈവത്തിന്റെ കരുതലിനെ എന്റെ മുമ്പിൽ അടച്ചു കളഞ്ഞു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എന്റെ കണ്ണ് തുറക്കണമേ. ഇരിക്കുന്ന ഇരിപ്പിൽ മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ കണ്ണ് തുറക്കണമേ. എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? എന്റെ കണ്ണൊന്ന് തുറന്നാൽ ഈ ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും, അവർ പട്ടണം മുഴുവൻ വളഞ്ഞാലും, അവർ എല്ലാം തകർക്കുമെന്ന് പറഞ്ഞാലും, എനിക്ക് ചുറ്റുമുള്ള ദൈവിക സംരക്ഷണ വലയത്തെ കാണാൻ എന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടാമെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം നിർഭയമായിരിക്കും. യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്റെ കൂടെ അതിലും വലിയതുണ്ട്. ഓ
കൃപ, ദൈവകൃപ, ദൈവകൃപ. ഇന്ന് പകല ബോധ്യമുള്ളവർ ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ട്, എന്റെ കൂടെയുള്ളത് ഈ ലോകത്തിലെ സകലത്തെക്കാളും വലിയതാണ്. എന്നോടൊപ്പമുള്ളത് സർവശക്തനാണ്. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് വിളിച്ചു പറ, എന്നിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലുള്ള സകല ശക്തിയേക്കാളും വലുത് എന്റെ ഉള്ളിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഓ രക്തജയം. ഹല്ലേലൂയ. നമുക്ക് ആ വലിയ ആഗ്രഹത്തോടെ, സമർപ്പണത്തോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ചേർന്നൊരു പാട്ടിന്റെ വരികൾ നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു